ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. SDP ആയിട്ടുള്ള ബന്ധം മാത്രമല്ല, അത് UDF ഇതിനെ കാണുന്നത് ഇത് ഗൗരവതരമായ പരാജയത്തിലേക്ക് നീങ്ങുന്നതിനെ പ്രതിരോധിക്കാൻ ഏത് വർഗീയ ശക്തികളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകാം എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനനുയോജ്യമായ രീതിയിലാണ് കെ സുധാകരൻ്റെ പ്രസംഗം, UDF നേതാക്കന്മാരുടെ നിലപാട്. അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു അംഗീകാരമാണെന്നാണ്. അപ്പോൾ പറഞ്ഞത് സുധാകരനാണ്, KPCC പ്രസിഡന്റ്. അവരുടെ വോട്ട് നമുക്ക് നൽകുന്നു എന്നുള്ളത് കോൺഗ്രസിനുള്ള അംഗീകാരമാണ്. അങ്ങനെ അംഗീകാരമാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഓരോന്നും വിശദീകരിക്കാനില്ല. ആരുടെ വോട്ട് എന്നുള്ളതല്ല പ്രശ്നം, ഏത് രാഷ്ട്രീയ ശക്തിയുടെ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വോട്ട് എന്നതാണ്. രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെയാണല്ലോ, വിസിറ്റിംഗ് ആണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വരിക, പോവുക. ജനങ്ങളുടെ ഒരു പ്രശ്നവും അവിടെ വന്യജീവി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നത്തിൻ്റെ അകത്തും MP എന്ന രീതിയിൽ ഇടപെടുന്ന നിലപാട് സ്വീകരിച്ചിട്ടേയില്ല. അത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ള പ്രത്യേകത, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ലീഗിൻ്റെ കൂടി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ കൂടി ഉൾപ്പെടെ കാട്ടി രാജ്യവ്യാപകമായിട്ട് അത് സംബന്ധിച്ചുള്ള BJP പ്രചരണം വന്നു. പാകിസ്ഥാൻ്റെ കൂടിയാണ് വരുന്നത്, ലീഗിൻ്റെ കൂടിയാണ് എന്ന് പറഞ്ഞു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇപ്രാവശ്യം അതുകൊണ്ട് അവർ തീരുമാനിച്ചു ആരുടെയും കുടി വേണ്ട. എന്നിട്ട് ഇപ്പോൾ കുടി വേണ്ട അതിൻ്റെ തിയറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കുടി വേണ്ട? കാര്യകാരണ നിയമം എല്ലാറ്റിനും ബാധകമാണ്. കഴിഞ്ഞ പ്രാവശ്യം കൂടി ആവാമെന്നുള്ളതിൻ്റെ കാരണം എന്താണ്? അതിനൊരു കാര്യമുണ്ടാവും, കാരണമുണ്ടാവും. ഇപ്രാവശ്യം വേണ്ടാന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം എന്താ? വളരെ വ്യക്തമാണ്. RSSൻ്റെ BJPയുടെ പ്രചരണത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഭയപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഈ മുസ്ലിം ലീഗിൻ്റെ കൊടി കണ്ടാൽ അത് പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന BJPക്ക് എതിരായിട്ടുള്ള, അവരുടെ പ്രചരണത്തിനെതിരായിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. സ്വന്തം കൊടി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിചിത്രമായ സത്യം. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കരുതെന്ന് കോൺഗ്രസ് പറഞ്ഞില്ല. കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ രാത്രിയിൽ ആലോചിച്ചിട്ട് പറയാമെന്നാണ് പ്രതികരിച്ചത്. കോൺഗ്രസിന് ഒരു നയവുമില്ല. SDPI പോലുള്ള വർഗീയ പാർട്ടിയുമായി അവർ തിരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കിയിരിക്കുന്നു. ഇത് BJPയെ സഹായിക്കാനാണ്. കോൺഗ്രസിന് നേതൃത്വമില്ല. രാഹുൽ ഗാന്ധി ഇതുവരെ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അരുണാചലിൽ 10 സീറ്റിൽ BJPക്ക് എതിരില്ലാതെ ജയിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. അത് തടയേണ്ട KC വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുകയാണ്. ഒരു കാര്യത്തിലും ആശയ വ്യക്തതയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ മർമ്മം ഇന്ത്യയെ മതരാഷ്ട്രമാക്കുന്നുവെന്നതാണ്. ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കുള്ള കൈവഴിയാണിത്. ഏക സിവിൽ കോഡും ധ്രുവീകരണം ഉണ്ടാക്കാനാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.